قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരി സഹോദരന്മാരെ, നമ്മൾ എ ജബ്ബാറിൻ്റെ മറുപടി എന്ന പാർട്ടിൽ 37ാമത്തെ പാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമായിട്ടോ അതല്ലെങ്കിൽ എല്ലാ വിഷയവുമായിട്ടോ നമ്മളുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് സാധാരണ. അദ്ദേഹം പറയുന്ന ഒരു കാര്യവും ഖുർആനെതിരെയോ ഹദീസിനെതിരെയോ ആവുന്നില്ല, ഇസ്ലാമിനെതിരെ ആകുന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ചില മനനങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ചില നിഗമനങ്ങൾ മാത്രമാണ് അദ്ദേഹം ഖുർആൻ വായിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും ഇദ്ദേഹം എടുക്കുന്ന ഖുർആൻ, അതിൻ്റെ തഫ്സീറുകൾ, അതിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് അതിനെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്തായാലും ഈ പ്രാവശ്യം എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ പൊട്ടത്തരം എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എന്തായാലും അയാൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ. അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഇതാണ് ഈ വാക്യം. ഈ വാക്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവിടെ ചന്ദ്രൻ പിളർന്നു, അന്ത്യദിനം അടുത്തു എന്നാണ് പറയുന്നത്. ഇത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ മക്കക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് ഒരു മോജിസത്ത് അല്ലെങ്കിൽ ഒരു അത്ഭുത വൃത്തി കാണിച്ചു കൊടുത്തു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. മുമ്പും അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? വസ്തുത എന്താണ് എന്ന് ഖുർആൻ ഒരു ആവർത്തി വായിച്ച ആർക്കും ബോധ്യമാകും. മുഹമ്മദ് മക്കയിൽ കാണിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തം എന്ന നിലക്കല്ല ഇവിടെ ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നെങ്കിൽ ഖുർആനിൽ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ഒരുപാട് അതിൻ്റെ തെളിവുകൾ നമ്മൾ കാണുമായിരുന്നു. എന്നാൽ ഇവിടെ ഖുർആനിൽ കാണുന്ന തെളിവുകൾ വെച്ച് ഇത് മുഹമ്മദ് അന്ന് മക്കക്കാരെ കാണിച്ചു കൊടുത്ത ഒരു അത്ഭുത വൃത്തി അല്ല എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ദൃഷ്ടാന്തമായിട്ട് ആളുകൾ കാണിച്ചു കൊടുത്ത ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ ബാക്കിയുള്ള ആയത്തൊന്നും അങ്ങനെ അതിനുമായിട്ട് ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രണ്ടായത്ത് ഞാൻ എടുക്കാം. സൂറത്ത് ഖമറിൽ രണ്ടാമത്തെ ആയത്ത്, അതായത് ഇഖ്തറബത്തി സാഅത്ത് വൻഷഖൽ ഖമർ. ആ അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുമ്പോഴും അത് മുമ്പ് നിലനിന്ന് വരുന്ന ജാലവിദ്യയാണ് എന്ന് അവർ പറയാതിരുന്നിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പല ആളുകളും ഇങ്ങനെ, നിങ്ങൾ പ്രവാചകനാണെങ്കിൽ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പോൾ പല കാലത്തും പല ആളുകൾക്കും പല രീതിയിലായിരുന്നു ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നത്. ശരിക്കും അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പടുകവികൾ ഒക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത്, അതായത് അറബിയൻ കവിതകളുടെ ഒരു തുടക്കത്തിൻ്റെ ഒരു സമയമായിരുന്നു 500കളിൽ, അതായത് 6ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ കവിതകൾ വളരെ പ്രചരിക്കുകയും പടുകവികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ല കാവ്യാത്മകമായിട്ടും വളരെ കൃത്യമായ ഒരു രീതിയിലായിരുന്നു ഖുർആൻ്റെ അവതരണം. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉമ്മിയാണ്, അക്ഷരജ്ഞാനമില്ലാത്ത, വായിച്ച് അറിവോ അല്ലെങ്കിൽ കവിത ചൊല്ലിയിട്ടുള്ള ആ ഒരു രീതിയൊന്നും ആ 40 വർഷത്തോളം അദ്ദേഹം ചെയ്തതായിട്ട് ഒരു തെളിവുമില്ല. അദ്ദേഹം ഒരു ഉമ്മിയായിരുന്നു എന്നാണ്, നിരക്ഷരനായിരുന്നു എന്നാണ്. അതൊരു ദൃഷ്ടാന്തം കൂടിയാണ്. അപ്പോൾ ഇവർ ഇതുപോലെയുള്ള ഒരു തെളിവിനെ കുറിച്ചാണ് അവർ ചോദിച്ചത്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം, അതായത് ഹിജ്റക്ക് 5 വർഷം മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്, മക്കയിൽ വെച്ചിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ചന്ദ്രൻ്റെ നേരെ കൈ നീർത്തി 2 ഭാഗത്തേക്കായിട്ട് കൈ മാറ്റിയപ്പോൾ 2 പർവ്വതങ്ങൾക്കിടയിലേക്ക് ചന്ദ്രൻ 2 പിളർപ്പായിട്ട് മാറുന്നതായിട്ട് അവർ കണ്ടു. ഈ സംഭവം 1ഉം 2ഉം ഹദീസല്ല, ഏകദേശം ഒരു 40ഓളം ഹദീസുകളിൽ ഈ സംഭവം വരുന്നുണ്ട്. സഹീഹ് ബുഖാരിയിലും അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമിൽ, അബൂ ദാവൂദിൽ, ജാമിഅ തിർമിദിയിൽ, അങ്ങനെ ബൈഹഖി, അങ്ങനെ വരുന്ന ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ കാണാൻ കഴിയും. അതിൻ്റെ റെഫറൻസ് ഞാൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വിഷയം നടന്ന സമയത്ത് തന്നെ അത്
ആ വഴിയിൽ കൂടി, അതായത് അന്ന് രാത്രിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ആ രാത്രി ആകുമ്പോഴാണല്ലോ ചന്ദ്രനെ നമുക്ക് കൃത്യമായിട്ടൊന്ന് കാണാൻ കഴിയും, അത് പൂർണ്ണചന്ദ്രനായിട്ടുള്ള ഒരു ദിവസത്തിൽ. അങ്ങനെ കച്ചവടക്കാർ വരുന്ന സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, ഈ ചന്ദ്രൻ 2 പിളർപ്പായിട്ട് മാറിയതായിട്ട് നിങ്ങൾ കണ്ടിരുന്നു? അവരൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ കണ്ടിരുന്നു. അതെന്തായിരുന്നു സംഭവം? അതൊരു ജാലവിദ്യയായിരുന്നു എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ചന്ദ്രനെ പിളർത്തുക എന്നൊക്കെ പറഞ്ഞ ഒരു ജാലവിദ്യയായിട്ട് കാണിച്ചു കൊടുക്കാൻ ആയിരിക്കും കഴിയും. ഇപ്പോൾ നമുക്കറിയാം ഈ വാർണിഷിങ്, അതായത് ഈ ആനയൊക്കെ സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നത്, അതിന് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരെ ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഒരു പ്രകൃതി പ്രതിഭാസത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നത് അത് പ്രപഞ്ച സൃഷ്ടാവിന് മാത്രമേ അത് കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു ജാലവിദ്യയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി, എന്നാൽ അവർക്ക് അതിൻ്റെ സത്യനിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരത് വിശ്വസിക്കാതിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിന്മുറക്കാരനാണ് ഇദ്ദേഹം എന്ന് പറയാം. കാരണം ഇദ്ദേഹം ഈ പറയുന്നത് ഇദ്ദേഹം കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അതേ സ്ഥാനത്ത് ആരും കണ്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, നടന്നിട്ടില്ല എന്ന് അദ്ദേഹം എങ്ങനെ പറയാം? ഇത് മുത്തവാത്തിറായിട്ടുള്ള വന്ന ഹദീസാണ്. അതായത് ഖുർആനെ പോലെ തന്നെ ഒരിക്കലും തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഹദീസ ആണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ വളരെ ചുരുക്കം ഹദീസുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഹദീസാണ് ഈ പറഞ്ഞ ചന്ദ്രൻ പിളർന്നതായിട്ടുള്ള സംഭവം. അത് നമുക്ക് ഏത് തഫ്സീർ എടുത്താലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാം. എന്നാൽ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് അടുക്കുന്ന ചില ആളുകൾ, ഖുർആനിസ്റ്റുകൾ പോലുള്ള ആളുകളെ മാത്രമേ ഇത് നിഷേധിക്കുന്നുള്ളൂ. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരത് തള്ളുന്നത്. അതുപോലെ തന്നെയാണ് ഈ നിരീശ്വരവാദിയായ ഇയാളും ഈ വിഷയത്തെ നിഷേധിക്കുന്നത്. ഇദ്ദേഹം ഈ വിഷയത്തിൽ ഒരു തഫ്സീറും വായിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം കളവ് പറയുകയാണ്. കാരണം ഇദ്ദേഹം വായിക്കുന്ന ഏത് തഫ്സീർ എടുത്ത് നോക്കിയാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് വിശദീകരണം ഉണ്ടാവും. ഇപ്പോൾ ഇദ്ദേഹം സാധാരണ കൊണ്ടുവരാറുള്ളത് വാഹിദിയുടെ അസ്ബാബുൻ നുസൂൽ എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവും. അതല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള തൻവീർ മിഖ്ബാസിൻ്റെ തഫ്സീർ, അതേപോലെ തന്നെ ഇബ്നു കസീർ, ഇനി മലയാളത്തിലാണെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീറിൽ കൃത്യമായിട്ട് ഈ വിശദീകരണത്തോടു കൂടി തന്നെ ഈ വിഷയമുണ്ട്, സൂറത്ത് ഖമറിൻ്റെ ആദ്യ വചനത്തിൻ്റെ. അതുപോലെ തന്നെ ഇനി മൗദൂദി സാഹിബിൻ്റെ തഫ്സീർ എടുത്താലും ഈ വിഷയങ്ങൾ എല്ലാ തഫ്സീറിലും വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ ഒരു ഭിന്നിപ്പില്ലാത്തൊരു വിഷയത്തെയാണ് ഇദ്ദേഹം ഇത് അങ്ങനെ നടന്നതല്ല എന്ന് പറഞ്ഞ് കളവാക്കുന്നത് എന്നുള്ളത് വളരെ എന്താ പറയുക, ഇയാളവർക്ക് എന്താ നമ്മൾ പറയുക, വെറും നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്ത് എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വാക്യം ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ എന്ന് പറയുന്ന ഈ ഒരു കവിതാശകലം മുഹമ്മദിന്റെ മുമ്പ് തന്നെ അവിടെ ജാഹിലിയ അറബികൾ പാടിക്കൊണ്ട് നടക്കുകയും കഅബയിൽ കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തിരുന്ന കവിതകളിൽ ഉണ്ടായിരുന്ന ഒരു വരിയാണ് എന്ന് പല അറബി സാഹിത്യ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല പുസ്തകങ്ങളിലും അത് വായിച്ചിട്ടുണ്ട്. ഇമ്രുൽ ഖൈസിൻ്റെ കവിതാ സമാഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളായിട്ട് ഈ വരി ഉണ്ടായിരുന്നു എന്നാണ് അറബി സാഹിത്യം പഠിച്ചവരൊക്കെ പറയുന്നത്. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ ഒരു വരി ഇമ്രുൽ ഖൈസിൻ്റെ കവിതയിൽ നിന്ന് മോഷ്ടിച്ച് ഖുർആൻ്റെ വെളിപാട് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്നല്ലാതെ ഇത് മുഹമ്മദ് കാണിച്ചു കൊടുത്ത ഒരു അത്ഭുത വൃത്താന്തത്തെക്കുറിച്ചുള്ള ഒരു വാക്യമേ അല്ല. ഇവിടെ ഖുർആൻ്റെ മുഫസ്സിറുകൾ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരിൽ ചില ആളുകൾ ഒരു ദുർബലമായ ഹദീസ് പൊക്കി കാണിച്ചുകൊണ്ട് ഇത് മുഹമ്മദ് കാണിച്ച അത്ഭുതമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റു പല മുഫസ്സിറുകളും പറയുന്നത് ഇത് വരാനിരിക്കുന്ന ലോകാവസാനത്തിൻ്റെ ലക്ഷണമായി ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന നിലക്ക് ഭൂതകാലക്രിയയിൽ പറഞ്ഞു പോയതാണ് എന്നാണ്. അങ്ങനെ ഭൂതകാലക്രിയയിൽ ഭാവി കാലം പറയുക എന്നതൊക്കെ അറബി സാഹിത്യത്തിൽ പതിവുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഒന്നാമതായിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇമ്രുൽ ഖൈസ്, അതായത് നബിക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ട, ഏകദേശം നബിയുടെ ജനനത്തിന് 30 വർഷത്തോളം മുമ്പ് മരണപ്പെട്ട ഒരാളാണ് ഈ ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്ന ആൾ. ഒരു രാജാവായിരുന്നു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ പറ്റി പറയുന്നത്. നല്ലൊരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല കവിതകളും ഇപ്പോഴും ലഭ്യമായിട്ടുള്ള പല പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരു കവിത പോലും അദ്ദേഹത്തിൻ്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആധുനികമായിട്ട് കിട്ടിയ ഒരു കവിതയിൽ പോലും ഈ പറഞ്ഞ വാചകമില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് എവിടുന്ന് കിട്ടി? ഇദ്ദേഹം രചിച്ചതാണോ എന്ന പേരിൽ പല കവിതകളും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു കവിതയ്ക്ക് കുറച്ചൊരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ പേരിലേക്ക് ആരോപിക്കാറുണ്ട്. ഇന്ന ആളാണ് എഴുതിയത് എന്ന പേരിൽ ആരോപിച്ചുകൊണ്ട് ചില കവിതകൾ എഴുതാറുണ്ട്. അതിൽ നിന്നും മറ്റുമാണ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് ആരോ എഴുതി ഉണ്ടാക്കിയതാവാം, എന്തും ആവട്ടെ. ഇത് ഇദ്ദേഹം പല അറബ് സാഹിത്യങ്ങളിലും വായിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അബദ്ധമാണ്. കാരണം ഇദ്ദേഹം വായിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു റെഫറൻസ് ഇയാൾ പറയുന്നില്ല. കാരണം ഗ്രന്ഥങ്ങളുടെ റെഫറൻസ് ഇയാൾക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇയാൾക്കിത് കിട്ടിയത്
ഓറിയന്റിസ്റ്റുകളും അതേപോലെ ക്രിസ്ത്യൻ ചില പാതിരിമാരും എഴുതി ഉണ്ടാക്കിയ പല ഇംഗ്ലീഷ് ലേഖനങ്ങളിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു സംഭവമല്ല അത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മറുപടികൾ ഇംഗ്ലീഷിൽ തന്നെ പല ആളുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഇത് ഇംറുൽ ഖൈസിൻ്റെ കവിതകൾ വരാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറയാൻ കാരണം, ഒന്നാമത്തേതായിട്ട് ഈ ഇഖ്തറബത്തി സാഅത്തി വൻഷഖൽ ഖമർ എന്ന് ഈ ആയത്തിൻ്റെ അതേ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ അതേ ഒരു രീതിയിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളുള്ള രീതിയിലാണ് ഈ പറഞ്ഞ കവിതകൾ ഉള്ളത്. എന്തുമാട്ടെ, എന്തായാലും അങ്ങനെ ഉണ്ട് എന്ന് തന്നെ കരുതാം. ഇതുമായിട്ട് ഇംറുൽ ഖൈസിനൊരു ബന്ധം ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പല കവിതകളും ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സ്ത്രീകളെ വർണ്ണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട, പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കവിതകളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പം ഒരിക്കലും അന്ത്യസമയം അടുത്തു, ഇതാ ചന്ദ്രൻ പുലർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. ഈ പറഞ്ഞ സംഭവം തന്നെ ഈ വാചകങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതിന് മുമ്പുള്ള വാചകങ്ങളും ഈ വാചകവും അതിന് ശേഷമുള്ള വാചകവും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വാചകത്തിന്, ഈ വരിക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു നായികയെ പറ്റി അദ്ദേഹം പറയുന്നു, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്ത്, അന്ത്യസമയം അടുത്തു, ഇതാ ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇദ്ദേഹം പറയാൻ ഒരു ചാൻസും ഇല്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ രീതിയേ അല്ല ഈ പറഞ്ഞ വാചകങ്ങൾ എന്നും ആണ് പല ആളുകളും പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇത് എവിടെ നിന്നോ ആരും ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ മാത്രമാണ്. ഇനിയിപ്പോൾ ആണ് എന്ന് വെക്കുക, ഇംറുൽ ഖൈസ് എഴുതിയതാണ് എന്ന് തന്നെ വെക്കുക, എന്നാൽ പോലും ഇത് ഖുർആന് അതിൽ നിന്ന് കോപ്പി അടിച്ചു എന്നുള്ളതിന് ഒരു തെളിവാവില്ല. കാരണം ഖുർആനിൽ ഈ കാര്യം പറയുമ്പോൾ അത് കേട്ട ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പറയണം എന്ത്, ഇത് ഇംറുൽ ഖൈസിൻ്റെ കവിതയിൽ നിന്ന്, അന്ന് സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ച ആളാണല്ലോ ഇംറുൽ ഖൈസ്. അതുമാത്രമല്ല, ഈ പറഞ്ഞ മക്കയിലെ ഗില്ലകളിൽ തൂക്കിയിട്ട കവിതയാണല്ലോ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ, അവർ പറയണ്ടേ ഇത് ഇംറുൽ ഖൈസിൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞു വരണ്ടേ. അങ്ങനെ ഒരു സംഭവമായിട്ട് ചരിത്രത്തിലോ ഒന്നും ഇയാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇത് ആധുനികമായ ചില മിഷനറിമാരും അതേപോലെ ഓറിയന്റിസ്റ്റുകളും ഇസ്ലാം വിമർശകരും മാത്രം ഉന്നയിക്കുന്ന ചില വാദങ്ങളിലെ ഒരു വാദം മാത്രമാണ് ഇത് എന്ന് മാത്രമാണ് വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ വേറൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ OMVയുടെ കവിതകളിൽ നിന്നും ഉള്ള ഏതോ ഒരു കവിതയിൽ നിന്നും ഒരൊറ്റ വരി ഇന്ന് വന്ന പേപ്പർ ന്യൂസിൽ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ ഒരു സംഭവം നടന്നതായിട്ടുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരാൾ പറയാം ഇത് OMVയുടെ കവിതയിൽ നിന്ന് എടുത്തതാണ് എന്ന് ആരെങ്കിലും പറയും. ഇല്ല, അത് സംഭവിച്ച കാര്യമാണ്, മറ്റേത് അദ്ദേഹം വർണ്ണിച്ച കാര്യവുമാണ്, രണ്ട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കവിതയാണ് എന്നുള്ളതിന് ആധികാരികമായിട്ടുള്ള ഒരു തെളിവും ഇവരടുത്തില്ല. അത് വേറെ ഒരു ഞാൻ പറഞ്ഞു, ഞാണെങ്കിൽ തന്നെയും അത് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. അത് അവിടെ സംഭവിച്ചു എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ, ഇദ്ദേഹം പറയുന്ന പോലെ ലൈഫായ ഹദീസൊന്നല്ല. ഞാൻ നേരത്തെ കാണിച്ച പോലെ 40-ലധികം ഹദീസുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹീഹായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതും മുത്തവാത്തിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തള്ളപ്പെടാൻ കഴിയാത്ത, ഖുർആൻ പോലെ തന്നെ സ്വീകരിക്കേണ്ട ഹദീസുകളാണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ മനസ്സിലാവും പെട്ടെന്ന്. അറിയാത്ത ആളുകൾ മുത്തവാത്തിർ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചാൽ അത് കൃത്യമാണ്. അപ്പം ഈ വിഷയത്തിൽ കൃത്യമായിട്ട് വന്ന ഹദീസുകൾ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണത്. പക്ഷെ അവരന്ന് പറഞ്ഞിരുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഇത് സിഹിറാണ്, അതായത് ഇത് നമുക്ക് ഒരു തോന്നലുണ്ടായത് മാത്രമാണ്, അല്ലാതെ ഇത് എന്താ പറയുക ഒരു മാജിക്കാണ് എന്ന് മാത്രമാണ്, നമ്മുടെ കണ്ണിന് അന്ധബാധിച്ചതാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അല്ലാതെ അത് നിഷേധിക്കുകയല്ല അവർ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമായിട്ടുണ്ട്. ചില ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവർ ഈ പറഞ്ഞ പോലെ സിഹിറാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഖുർആൻ ഒരു കവിതാരൂപമല്ല ഖുർആൻ്റെ ഒരു ഗദ്യവും പദ്യവും അല്ലാത്ത ഒരു രൂപത്തിലാണ്. കവിത ചൊല്ലുന്ന പോലെയല്ല ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാം. കവിത ചൊല്ലുന്ന രീതി വേറെ തന്നെയാണ്, ഖുർആൻ്റെ പാരായണം വേറെ തന്നെയാണ്. കവിതയുടെ രൂപത്തിലല്ല ഖുർആൻ പാരായണം ചെയ്യുക. കവിതയുടെ ഒരു ഭാവനയല്ല ഖുർആൻ സത്യങ്ങൾ മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പം ഭൂതകാല ക്രിയയിലാണ് അവിടെ ഈ ഇഖ്തറബത്തി സാഅത്ത് എന്ന് പറഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. സംഭവിക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയല്ല അവിടെ പറയുകയും ചെയ്യുന്നത്. പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇജ്മാ ആയ
സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിവാദത്തിലേക്ക് കടന്നു പോയിട്ടുള്ള അതീശ നിഷേധികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിങ്ങനെയല്ലല്ലോ ചെയ്യാറ്. നിങ്ങൾ അസ്ബാബുൻ നുസൂൽ, വാഹിദിയുടെ തഫ്സീർ അല്ലെങ്കിൽ ഇബ്നു കസീറിൻ്റെ തഫ്സീറൊക്കെ എല്ലാം എടുത്തിട്ടല്ലേ അദ്ദേഹം പലപ്പോഴും കളവ് പറയാറ്. ഇന്നെന്ത് ചെയ്യുക അതൊക്കെ തൊടാൻ കഴിയില്ല. കാരണം ഇത് മുത്തവാത്തിറായിട്ട് വന്ന ഹദീസാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഇയാൾ ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, പക്ഷെ പാളിപ്പോയി. അപ്പം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് ഒരിക്കലും ഖുർആനെതിരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു കവിത എടുത്തു കൊണ്ടുവന്നിട്ട് ഇത് പണ്ട് ഖുർആനിന് മുമ്പേ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആൻ പോലെയല്ല. ഖുർആൻ്റെ ഒരു വെല്ലുവിളി തന്നെയുണ്ട്. എന്താണ്? ഒരു അധ്യായമെങ്കിലും, ഇതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം. അത് ഇതുവരെ ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു അധ്യായം എന്ന് പറയുമ്പോൾ ആകെ 3 ആയത്തുള്ള ചെറിയ അധ്യായമെങ്കിലും ഒരു കൊണ്ടുവരട്ടെ. അതിൻ്റെ ശൈലി, ഭാഷാ ശൈലി, അതേപോലെ തന്നെ അതിൻ്റെ പദങ്ങളുടെ പ്രയോഗം, അതേപോലെ പദങ്ങളുടെ കൃത്യത, അക്ഷരങ്ങളുടെ എണ്ണം, ആ വിഷയം പറയാൻ വളരെ വലിയ ബൃഹത്തായ വിഷയം ചെറിയ ചില വാക്കുകൾ കൊണ്ട് തന്നെ വിശദീകരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ വിശദീകരണമാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതാണ് ഖുർആൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ തന്നെ ആണെങ്കിൽ പോലും അതിൻ്റെ പ്രത്യേകത വേറെ തന്നെയാണ്. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനത് രചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആളുകൾ ഇത് മനുഷ്യൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്നാൽ നിങ്ങളിന്ന് കൊണ്ടുപോവാ, മനുഷ്യൻ്റെ വാക്കാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, ഇതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുപോവാ. ആദ്യം ഇതുപോലുള്ള ഒരു ഖുർആൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നീട് ചുരുക്കി 10 അധ്യായമാക്കി, പിന്നീട് അതിലും ചുരുക്കിയിട്ട് ഒരു അധ്യായമെങ്കിലും കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഇംറുൽ ഖൈസ് വലിയ സാഹിത്യകാരനാണെങ്കിൽ അതിനും വലിയ സാഹിത്യകാരൻ പിന്നീടും ജീവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട്. നമ്മളെപ്പോഴും ഖുർആൻ അത്ഭുതമാണെന്ന് പറയുന്നത് ഖുർആൻ്റെ ഭാഷാശൈലി, അതിൻ്റെ രീതിയും ഒക്കെ തന്നെ മുൻനിർത്തി തന്നെയാണ്. അതിലെ ശാസ്ത്ര സത്യങ്ങളും അതും ഒക്കെ എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഖുർആൻ്റെ സത്യതയെ നമ്മൾ മുന്നോട്ട് കാണിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം ഖുർആൻ തന്നെയാണ്. ഇന്നും എക്കാലത്തും ഒരു വൈരുദ്ധ്യവും അല്ലെങ്കിൽ ഒരു കൈകടത്തലും ഇല്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. അതിൻ്റെ രീതിശാസ്ത്രം തന്നെ പഠിച്ചാൽ തന്നെ വ്യക്തമാകും. ഹദീസുകളുടെയും ഖുർആൻ്റെയൊക്കെ വന്ന രീതി, അത് ആരിൽ നിന്ന് കേട്ടു എന്ന് കൃത്യമായിട്ട് അവരെ പറ്റിയും, അതേപോലെ ഉസൂലുൽ റിജാലുകളെ പറ്റിയിട്ട്, അതായത് ഇൽമുൽ റിജാൽ അത് ആരൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അവരുടെ ചരിത്രവും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം ഇതുവരെ ആർക്കും രചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളെങ്കിലും കാണിക്കൂ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചരിത്രം പോലും ഇതുവരെ ഇസ്ലാമിലല്ലാതെ ഒരു വ്യക്തിയുടെ ചരിത്രമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഇത് ആധികാരികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു ചരിത്രം പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള ഒരു സംഭവമാണ് ഈ ചന്ദ്ര പിളർന്നു എന്ന ബന്ധപ്പെട്ടമായ വിഷയം. അതിനെങ്ങനെ നിഷേധിക്കാൻ കഴിയും? അത് നിഷേധിച്ചാലേ നിങ്ങൾക്കിത് പറയാൻ കഴിയുമോ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, എന്തായാലും ഞാൻ നിർത്തുകയാണ്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റു വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.